മാനസിക രോഗം മാനസിക രോഗി എന്നൊന്നില്ല. വൾണറബിലിറ്റി കൂടുതലുള്ള ആളുകൾക്ക് ഒരു ചെറിയ സ്ട്രെസ് മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മതി, ഒരു ചെറിയ അധിക്ഷേപം മതി, ഒരു ചെറിയ ഫെയിലിയർ മതി, ഒരു ചെറിയ റിജക്ഷൻ മതി, അത് അവരുടെ സ്ട്രെസ് ലെവല് കൂട്ടും. പക്ഷെ ഞാനതിന് ഈ എക്സാം പോയാൽ എൻ്റെ എല്ലാം പോയി എന്ന രീതിയിൽ നമ്മളതിന് ഒരു ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ഓവർ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടും. നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ 1,00,000 ആളുകൾക്ക് 0.03 നമ്പർ ഓഫ് സൈക്യാട്രിസ്റ്റേ ഉള്ളൂ. എക്സാക്ട്. അപ്പോൾ കുട്ടിയുടെ നീഡ് എന്താണെന്നോ, കുട്ടി എന്തുകൊണ്ട് ഈ പ്രേമത്തിലേക്ക് പോയെന്നോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെക്ക് ചെയ്യാതെ ഈ പേഴ്സൺ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ മലയാളികൾക്ക് ഒരു സമയം വരെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുന്നത് കുറെ ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ഒക്കെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ മണിച്ചിത്രത്താഴ് സിനിമ തന്നെ, അതില് ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ശരിക്കും ആ ഒരു ഇഷ്യൂവിനെ കാണിക്കുന്നത്. അതേപോലെ തന്നെ തനിയാവർത്തം എന്ന സിനിമ എടുക്കുമ്പോൾ ഇതേ സിറ്റുവേഷൻ നമുക്ക് കാണാം. കുറെ അവരുടെ കുറെ വിശ്വാസങ്ങൾ ഈ പാരമ്പര്യമായിട്ട് വരുന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാം. ഇതാണ് നമുക്കറിയാവുന്ന മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് മെന്റൽ ഹെൽത്ത് ഫീൽഡ് ഒരു ട്രാൻസിഷൻ ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് മാറ്റങ്ങൾ കോവിഡിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ മണിച്ചിത്രത്താഴ് ഞാൻ പറഞ്ഞപ്പോൾ മണിച്ചിത്രത്താഴ് ഡോക്ടർ സണ്ണിയാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ സോണിയാണ്, മിസ്റ്റർ സോണി തോമസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും മാക്സ് മൈൻഡ്സ് എന്ന സ്ഥാപനത്തിന്റെ സംരംഭകം കൂടിയാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം സാർ. താങ്ക് യു. ഈ ഒരു 15-14 വർഷത്തെ എക്സ്പീരിയൻസ് സാറിന് ഈ ഫീൽഡിലുണ്ട്. അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട്. അതിന് മുമ്പേ സാറ് സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു, ദെനാണ് ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് വരുന്നത്. അതേപോലെ ദെൻ കുറേ സ്ഥാപനങ്ങളിൽ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിംഗ് എക്സ്പീരിയൻസും പിന്നെ സംരംഭകൻ എന്നുള്ളൊരു ജേർണി, ഇത്രയും ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇത്രയും വർഷ കാലഘട്ടത്തിന് ശേഷം ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ സാറിന് എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷമുള്ള ആളും സംതൃപ്തിയുള്ള ആളുമാണ്. മറ്റൊന്നും കൊണ്ടല്ല, മനഃശാസ്ത്രത്തെ ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കലയും ശാസ്ത്രവും എന്ന രീതിയിലാണ്. ഒരു മലബാറിലേക്ക് മണ്ണിൻ്റെ വളക്കൂറ് തേടി വന്ന ഒരു കർഷക ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിൽ വളക്കൂറുള്ള വിത്തുകൾ, മണ്ണിൽ വിത്തുകൾ വിതയ്ക്കാൻ കഴിയുന്ന ഒരു സ്നേഹത്തിൻ്റെ ശാസ്ത്രം പരിശീലിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സൈക്കോളജി ഫീൽഡിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ആസ് എ പേഴ്സൺ അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു സാധാരണ പോലെ ജീവിതത്തെ കണ്ടുകൊണ്ടിരുന്ന ആളിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ചും കൂടെ ഞാൻ കരുതിയിരുന്നതിലും മികച്ച രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം എന്നിൽ തന്നത് ഞാൻ പഠിച്ച മനഃശാസ്ത്രം തന്നെയാണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്ന് കരുതിയിരിക്കുന്ന പല ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുന്നു. അത്തരത്തിലുള്ളൊരു, നമുക്കറിയാം സൈക്യാട്രി, നമുക്ക് എല്ലാ സൈക്യാട്രി അല്ലെങ്കിൽ മാനസിക രോഗം എന്ന് പറയുന്നത് എല്ലാവരും എഴുതി തള്ളിയ ഒരു ഇരുട്ടിലാഴ്ന്നു പോയ ഒരു 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 അവസ്ഥയുണ്ട്. അതിനെ നമുക്ക് ഇപ്പം മാക്സ് മൈൻഡിൻ്റെ ഒരു വലിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് തന്നെ ആർക്കും ആത്മാഭിമാനത്തോടു കൂടി വന്ന് ചികിത്സയും പരിശീലനവും നേടാൻ പറ്റുന്ന ഒരു ഓപ്പൺ ആംബിയൻസ് ആണ് നമ്മുടേത്. കേരളത്തിൽ അങ്ങനത്തെ ഒരു കാഴ്ച വളരെ അപൂർവമാണ്. അപ്പം അങ്ങനത്തെ ഒരു ആംബിയൻസ് ഒരുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷവും സംതൃപ്തിയുമാണ്. അത് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക്, അതുപോലെ തന്നെ പല ആളുകൾക്കും ഈ മെൻ്റൽ ഹെൽത്ത് ഫീൽഡിൽപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു സംരംഭകനായി മാറാൻ കഴിഞ്ഞു എന്നതും ഈ ചെറിയ കാലയളവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. സർ, അതേപോലെ തന്നെ ഇപ്പോൾ പലരും സംസാരിക്കുന്ന ഒരു കാര്യം മാനസിക രോഗങ്ങളെ പറ്റിയിട്ടാണ്. ഈ മാനസിക രോഗങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു തലം കൂടി ഉണ്ട് ഇതിന്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ മാനസിക ആരോഗ്യം നിലനിർത്തുക, അല്ലെങ്കിൽ എന്താണ് ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്? അതായത് മാനസിക രോഗം മാനസിക രോഗി എന്നൊന്നില്ല. ഓക്കെ. അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ശാരീരികമായിട്ടുള്ള പല രോഗാവസ്ഥകളുള്ള ആളുകളെ നമ്മൾ ശാരീരിക രോഗി എന്ന് വിളിക്കാറില്ല, ശാരീരിക രോഗാശുപത്രി കൊണ്ടുപോകാറില്ല. നമുക്കവിടെ വളരെ കൃത്യമായിട്ട് മൈഗ്രെയിനും അല്ലെങ്കിൽ ക്യാൻസറും ഇങ്ങനെയുള്ള ഓരോ രോഗങ്ങളേ ഉള്ളൂ. അപ്പം നമുക്കറിയാം മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട്
നമ്മളൊരു ആങ്സൈറ്റി ഉള്ള ഒരാളെയും വിഷാദമുള്ളയാളെയും ഡിമെൻഷ്യ ഉള്ള ആളെയും സ്കീസോഫ്രീനിയ ഉള്ള ആളുകളെയും ജനറലൈസ് ചെയ്ത് സാമാന്യവൽക്കരിച്ച് അവരെ മനോരോഗി എന്ന് വിളിക്കുന്നതാണ് ഈ മാനസിക ആരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ടെൻഡൻസി എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മാനസികാരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് ഈ മാനസിക രോഗമുണ്ട് എന്നൊരാളെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് അയാളുടെ സ്റ്റിഗ്മേനെ ഫർദർ സ്റ്റിമുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ പകരം നമുക്കറിയാം ആങ്സൈറ്റി എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്, ഡിപ്രഷൻ എന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതായത് സ്കീസോഫ്രീനിയ, ഇൻഡിവിജ്വൽ വിത്ത് സ്കീസോഫ്രീനിയ ഉണ്ട്. അത് അയാളെ എനിക്കറിയാം, ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിന് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പം നിങ്ങൾക്കൊരു മാനസിക രോഗമുണ്ട്, അതുകൊണ്ട് മാനസിക രോഗത്തിനുള്ള മരുന്ന് കഴിക്കണമെന്ന് പറയുമ്പോൾ അവർ വല്ലാണ്ട് റെസിസ്റ്റ് ചെയ്യും. പക്ഷെ എന്നാൽ നേരെ തിരിച്ച് നിങ്ങളുടെ തലച്ചോറിലെ ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നതാണിത്. ഈ രോഗാവസ്ഥയുടെ പേര്, ഈ കണ്ടീഷന്റെ പേര് സ്കീസോഫ്രീനിയ ആണെന്ന് പറയുമ്പോൾ അത് അവർ കൂടുതൽ അക്സെപ്റ്റിംഗ് ആണ്, അത് അവർക്ക് ആശ്വാസം തരുന്നുണ്ട്. എല്ലാവരും നമുക്ക് രോഗികളായിട്ട് കാണാൻ പറ്റത്തില്ല. എന്നാൽ വൾണറബിലിറ്റി പലർക്കും ഒരു അപകടാവസ്ഥ, ഇപ്പൊ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ ജോബ് ഉണ്ടായിരിക്കാം, പല സ്ട്രെസ്സുകൾ കൊണ്ട് ആ സ്ട്രെസ് കാരണം ഒരു മാനസിക രോഗത്തിലേക്ക്, സ്ട്രെസ് തന്നെ ഒരു മാനസിക പ്രശ്നമായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഹെൽത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പൊ പ്രൊമോഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റും കൂടി ഉണ്ടല്ലോ. ഈ പ്രൊമോഷൻ ആസ്പെക്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ഫോക്കസ് ചെയ്യേണ്ടി വരിക? നമുക്കറിയാം, ഈ വൾണറബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും സ്ട്രെസ് എന്ന് പറയുന്ന കൺസെപ്റ്റും അതിന്റെ ഇന്ററാക്ഷൻ ആണ് ശരിക്കും ഈ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണം. അതായത് നമുക്കറിയാം, നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ വൾണറബിലിറ്റി ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ചിലര് പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്ന നേച്ചറുള്ള ആൾക്കാരാണ്, ചിലര് വളരെ മൂഡിയാണ്, ചിലര് ബൈ നേച്ചർ ഡൗട്ട്ഫുൾ ആണ്, സസ്പീഷ്യസ് ആണ്. അപ്പൊ നമുക്കറിയാം ചിലർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വ ഘടനയുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവർക്ക് ഇൻബേൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന കുറെ ഹെറിഡിറ്ററി എലമെന്റ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ആൽക്കഹോളിക് ആയിട്ടുള്ള ഹിസ്റ്ററി ഉള്ള പേരൻസ് ഉള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ സൈക്കോട്ടിക് ആയിട്ടുള്ള മൂഡ് ഡിസോർഡറിൻ്റെ ഒക്കെ ഹിസ്റ്ററി ഉള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൾണറബിലിറ്റി അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റിക്കകത്ത് സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വൾണറബിലിറ്റി കൂടുതലുള്ള ആളുകൾക്ക് ഒരു ചെറിയ സ്ട്രെസ് മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മതി, ഒരു ചെറിയ അധിക്ഷേപം മതി, ഒരു ചെറിയ ഫെയിലിയർ മതി, ഒരു ചെറിയ റിജക്ഷൻ മതി, അത് അവരുടെ സ്ട്രെസ് ലെവല് കൂട്ടും. ഇപ്പം നമുക്കറിയാം, സ്ട്രെസ് നമുക്കുണ്ടാകുമ്പോൾ ഒരു ഡിമാൻഡ്, എക്സ്റ്റേണലി ഒരു ഇന്റേണലി ഒരു ഡിമാൻഡ് നമ്മുടെ മേലെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനോട് കോപ്പപ്പ് ചെയ്യണം, പൊരുത്തപ്പെടണം. നമുക്കിപ്പോൾ ഒരു എക്സാം വരുന്നു. അപ്പം എക്സാം വരുമ്പം ആ എക്സാമിന് എക്സാം എന്ന് പറഞ്ഞൊരു പരീക്ഷണമാണ്. ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന പോലെ, എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ തയ്യാറായി ഞാൻ അതിനു വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാം. അത്ര എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ഞാനതിന് ഈ എക്സാം പോയാൽ എൻ്റെ എല്ലാം പോയി എന്ന രീതിയിൽ നമ്മളതിന് ഒരു ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ഓവർ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടും. അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും, നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷൻസിനെ, ഉറക്കത്തെ ബാധിക്കും, അപ്പറ്റൈറ്റിനെ ബാധിക്കും, നമ്മളുടെ പെർഫോമൻസ് എബിലിറ്റീനെ ബാധിക്കും. അപ്പം നമുക്കറിയാം, ഈ വൾണറബിലിറ്റി സ്ട്രെസ് ഇൻറ്ററാക്ഷൻ കൊണ്ട് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ മൈൻഡ് സ്റ്റേറ്റിനകത്തുനിന്ന് നമുക്ക് വ്യത്യാസം വരും. ഈ വ്യത്യാസത്തെ നമുക്കറിയാം, അത് നമ്മളുടെ തിങ്കിങ്ങിലും ഫീലിങ്ങിലും ബിഹേവിയറിലും ഒക്കെ അത് വ്യത്യാസം, ചേഞ്ചസ് വരുന്നു. അതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് എൻ്റെ സ്വാഭാവികത പോയല്ലോ, എൻ്റെ ഫങ്ഷനാലിറ്റിക്കകത്ത് ഡിഫിക്കൽറ്റി ഉണ്ടായല്ലോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മനസ്സിലാക്കണം, എൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലത്തിലാണ്. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു ജലദോഷം വരുന്നു, അപ്പം നമ്മുടെ മൂക്ക് ചീറ്റുന്നു, നമുക്ക് തലവേദന വരുന്നു, കഫ് വരുന്നു, നമുക്ക് മറ്റ് അസ്വസ്ഥത വരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ പറയും, എനിക്കൊരു കോൾഡാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആവി പിടിച്ചുമൊക്കെ ഇടയ്ക്ക് നമ്മൾ നോക്കും. എന്നിട്ടത് പറ്റുന്നില്ലെങ്കിൽ നമുക്കറിയാം, അത് ഒരു ഡോക്ടറെ കാണണം, ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരും. എന്നതുപോലെ തന്നെ നമുക്ക് ഒരു സ്ട്രെസ്സിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും
നമ്മൾ ഒരു ഇത് മനസ്സിലാക്കണം. നമുക്ക് ആരോടെങ്കിലും നമ്മളത് വെന്റ് ഔട്ട് ചെയ്യണം. ഇപ്പൊ ആദ്യമേ തന്നെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെന്നല്ല. നമുക്ക് നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, സപ്പോർട്ട് സിസ്റ്റത്തെ നമ്മൾ സീക്ക് ചെയ്യണം. അപ്പോൾ ഈ സപ്പോർട്ട് സിസ്റ്റം സംസാരിക്കുമ്പോൾ ഒന്നും നമുക്കത് ഒരു സൂത്തനിങ് ആകുന്നില്ല, ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ആലോചിക്കേണ്ടതാണ് ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഗതി. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു സ്റ്റിഗ്മയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റിഗ്മയുടെ ഒക്കെ ലെവല് ഇന്ന് ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. കാരണം ഞാനൊരു മനോരോഗിയാണ് അല്ലെങ്കിൽ മാനസിക ചികിത്സ വേണം എന്നതിനകത്ത് അതായത് ചികിത്സയെക്കുറിച്ചും മരുന്നിനെ കുറിച്ചും ഡയഗ്നോസിസിനെ കുറിച്ചും ഒക്കെ കുറെ സ്റ്റിഗ്മ ഉണ്ടെങ്കിലും ഇപ്പം കൗൺസിലിങ് ഇപ്പൊ പല ആൾക്കാരും ഞാൻ ഒരു മെന്റൽ ഡിപ്രഷനാണ് എന്നുള്ളത് ആൾക്കാർ പതുക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു പോസിറ്റീവ് ടെൻഡൻസിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ്, തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് നമ്മൾ സീക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ കൗൺസിലിംഗ് നമ്മൾ സീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോർമൽ ഫെനോമിനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ അപ്പൊ നമുക്കതിന് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കൗൺസിലിംഗ് തരാൻ ക്വാളിഫൈഡ് ആളുടെ അടുത്താണോ ഞാൻ പോകുന്നത്? സോ അതായിരുന്നു ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഒരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഈ പലർക്കും ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് സ്ഥാപനങ്ങളുടെ തന്നെ ഒരു കുത്തൊഴുക്ക് കാണാൻ പറ്റും. കുറേ ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്കിലായാലും ഒക്കെ. ഇപ്പം ഞാൻ തന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്ന റീൽസ് കൂടുതലും ഇതിലെ പ്രൊമോഷൻസാണ്. സോ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എവിടെയൊക്കെ പോകണം. ഇപ്പോൾ ലൈഫ് കോച്ചസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്രാഞ്ച് തന്നെ, പുതിയ ബ്രാഞ്ച് എല്ലാം നേരത്തെ ഉള്ളതാണ്. പക്ഷേ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ ആരാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആരാണ്, ഇപ്പോൾ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അവരുടെ റോൾ എന്താണ്, ആരെടുക്ക പോയാലാണ് അവർക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത്. ഇനി ക്രൈസിസ് വരുമ്പോൾ പോകേണ്ടത് ഡോക്ടർ എടുക്കലാണോ അതോ കൗൺസിലിംഗ് ആണോ സെലക്ട് ചെയ്യേണ്ടത്? സോ ഇതൊരു വലിയ കൺഫ്യൂഷനാണ്. ഇപ്പം എൻ്റെ അടുക്കലായാലും ക്ലയൻസ് വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, ഞാൻ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആണല്ലോ ബേസിക്കലി. അപ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പ്രൊഫഷനാണ്. ഇപ്പം അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ഒരു ക്രൈസിസ് വരുമ്പോൾ ശരിക്കും എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് വേണ്ട പ്രൊഫഷണൽ ഇതാണ്? എനിക്കൊന്ന് ഫിസിക്കൽ ഇൽനെസ്സിൽ ആ പ്രശ്നമില്ല, ഹാർട്ടിന്റെ പ്രശ്നമാണെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. പക്ഷെ മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മാനസിക രോഗത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. അതിൽ നമുക്കറിയാം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് സ്പെഷ്യലി നമ്മൾ പറയുന്ന സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ട്, സൈക്യാട്രിക് നേഴ്സ് ഉണ്ട്, പലതരത്തിൽപ്പെട്ട തെറപ്പിസ്റ്റ് ഉണ്ട്, ഒക്കുപേഷൻ തെറപ്പിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ്, ഇങ്ങനെ ഒരു ടീം വർക്കുണ്ട്. അത് കൂടാതെ നമുക്കറിയാം പലതരത്തിൽപ്പെട്ട ട്രെയിനേഴ്സ്, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ ഇതിൽ ആരുടെ അടുത്ത് പോകണം എന്നുള്ളത് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ക്ലിയർ ഡിമാർക്കേഷൻ അതിനകത്ത് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതത്ര എളുപ്പമല്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൊസൈറ്റിക്ക് ഒരു ഇവല്യൂഷൻ ഉണ്ട്, ഒരു നോളജിന്റെ കാര്യത്തിനകത്ത് ഒരു ഇവല്യൂഷൻ ഉണ്ട്. ഇപ്പം മുൻപൊക്കെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും അല്ലെങ്കിൽ സൈക്യാട്രിക് സോഷ്യൽ വരുൺ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മോർ ഓഫ് അതൊക്കെ മാറി വരുന്നുണ്ട്. ഒരു സൈക്യാട്രിസ്റ്റ് ആണ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന MBBS MD ഡോക്ടറെന്നും, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കോളജിയിൽ ബിരുദം നേടി ചികിത്സാ മനഃശാസ്ത്രത്തിൽ MPhilഉം PhD ഒക്കെ എടുക്കുന്ന ആളാണെന്നൊക്കെ കുറെയൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ ആരെയും ഇപ്പം വരുൺ പറഞ്ഞ പോലെ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ 1,00,000 ആളുകൾക്ക് 0.03 നമ്പർ ഓഫ് സൈക്യാട്രിസ്റ്റേ ഉള്ളൂ. 0.07 സൈക്കോളജിസ്റ്റും സൈക്യാട്രിക് സോഷ്യൽ വർക്കറും ഉള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പം നമ്മുടെ ഈ ഇതുപോലത്തെ ഒരു പോപ്പുലേഷനിൽ നമ്മൾ സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ ഈ ഒരു ടീം തന്നെ മെന്റൽ ഹെൽത്ത് ഡെലിവർ ചെയ്യണമെന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ ആകില്ല. പക്ഷെ മറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ
ഒരു വൈഡ് നെറ്റ്വർക്ക് നമുക്ക് ബിൽഡപ്പ് ചെയ്യുന്ന മോഡലായിരിക്കും നമ്മുടെ ഇപ്പോൾ സൊസൈറ്റിയിൽ കുറച്ചുകൂടെ നല്ലത്. ഒരുപക്ഷെ അറിയാമായിരിക്കും, ഒരു വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. പക്ഷെ വളരെ മനോഹരമായിട്ട്, എനിക്ക് തോന്നുന്നൊരു സൈക്യാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് പറയുന്നതിൽ മനോഹരമായിട്ട് അദ്ദേഹം പബ്ലിക്കിന് മനസ്സിലാകുന്നതുകൊണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒരു മോശം ടെൻഡൻസി ആണെന്ന് ശരിക്കും ഞാൻ കാണുന്നില്ല. ഈ നമ്മുടെ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെയും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷെ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ്, എന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ അടുത്തേക്ക് അവയർനെസ് ഉണ്ടാക്കാനാണ്. പക്ഷെ അവർ തന്നെ കൗൺസിലിംഗ് കൊടുക്കുക, അവർ തന്നെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസ് ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന പോലെയുള്ള, അതായത് ആളുകളെ ഞാൻ ആ മേഖലയിൽ എക്സ്പേർട്ടാണെന്ന രീതിയിൽ പറ്റിച്ച് പണം മേടിക്കുന്ന തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ സത്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിച്ച് പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ മാക്സ് മൈൻഡ് പോലത്തെ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് നമ്മുടെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഈ പല മേഖലകളിൽ ട്രെയിനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. ദേ ക്യാൻ വർക്ക് ആസ് എ റിയൽ റെഫറിങ് ആളുകളായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഇനി നമുക്കറിയാം നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ്, ഇപ്പം സോഷ്യൽ വർക്കേഴ്സിന് പലപ്പോഴും സോഷ്യൽ വർക്ക് പഠിച്ചിട്ട് വിദേശത്തേക്ക് പോവുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ എന്തോരം സോഷ്യൽ വർക്ക് മേഖലയിൽ അവരുടെ റിസോഴ്സിനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ശരിയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നമ്പർ ഓഫ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അവരും നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ ഇത്തരം മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനതിനെ കാണുന്നത്, നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായി, ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അടുത്ത് പോവുക എന്നുള്ളതാണ് പലപ്പോഴും പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം അതിൽ ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആകുന്നത് ഒരു സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ, ഞാൻ കരുതുന്നത്, ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്, ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് സൈക്യാട്രിസ്റ്റ് മരുന്ന് വേണ്ടതാണോ എന്ന് തീരുമാനിച്ച്, മരുന്ന് വേണ്ടതല്ലെങ്കിൽ ഒരു തെറപ്പിക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനടുത്ത് റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു രീതി പറഞ്ഞാൽ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് വരുന്നു, ആ പേഷ്യൻറ്റിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻസ് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പം ആ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് മെഡിസിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ് റെഫർ ചെയ്യുകയും, ഇങ്ങനെ ഇനി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, തെറപ്പി കഴിഞ്ഞു, പക്ഷേ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ഈ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്പാനിൽ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടായി, അല്ലെങ്കിൽ OCD ഉണ്ടായി, അല്ലെങ്കിൽ ഡിപ്രസീവ് എപ്പിസോഡ് ഉണ്ടായി, അത് നമുക്ക് ഒരു 1, 2, 3, 6 മാസം കൊണ്ട് അത് സെറ്റിലാവും. പക്ഷെ നമ്മളോട് ഓർക്കണം, എനിക്കൊരിക്കലും ഒരു മെൻ്റൽ ഹെൽത്ത് വൾണറബിലിറ്റി ഉണ്ടായാൽ എനിക്ക് ഇനിയും അങ്ങനെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഞാനൊരു ഒരു കൺസിഡറബിൾ ഡ്യൂറേഷനിലേക്ക് ഞാൻ ഫങ്ഷണലി വെൽ ഓഫ് ആയി പോകാനായിട്ട് എനിക്ക് ചില ഫോളോ അപ്പ് കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, ഈ നോർമലി, അതായത് ക്രൈസിസ് വരുന്ന ഒരാള് എങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ ചൂസ് ചെയ്യും. ഇപ്പൊ സാറ് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ആരാണോ അവൈലബിൾ. പക്ഷെ എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ വരും, ഈ എനിക്കുൾപ്പെടെ എല്ലാവർക്കും ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു കോമൺ നെയിം ആണല്ലോ നമ്മളിപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത്. എനിക്ക് സൈക്കോളജി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സൈക്കോളജി കുറെ ബുക്കുകൾ വായിച്ചു, അതുകൊണ്ട് ഞാൻ സൈക്കോളജിസ്റ്റ് ആവുന്നില്ല. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ബോർഡ് വെക്കുക എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഒരു പ്രൊഫഷണൽ ആരാണെന്ന്. കാര്യം എനിക്കറിയാം എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ. പക്ഷെ സാധാരണ ഒരാളെ സംബന്ധിച്ചിട്ട് അവരെ ഈ യൂട്യൂബിൽ കാണുന്ന വീഡിയോ, ആരാണ് സൈക്കോളജിസ്റ്റ് എന്ന് മനസ്സിലാവില്ല. ആരാണ് സൈക്കോളജിസ്റ്റ് എന്ന് മാത്രമല്ല, ഈ ആരടുക്ക പോകണം എന്നുള്ളത് പലപ്പോഴും ഇപ്പൊ എൻ്റെ അടുക്ക വന്നിട്ടുള്ള ചില കേസുകളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളായിട്ടിരിക്കുന്നവർ, കുട്ടികളെ കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ്, ഇപ്പം ഈ പ്രേമ നൈരാശ്യത്തിൽ പെടുക, പ്രേമ നൈരാശ്യമല്ല, പ്രേമത്തിൽ പെടുക. പ്രേമത്തിലൊക്കെ പെട്ടിട്ട് ഈ പേരൻസ് ആദ്യം ചെയ്യുന്നത് ഇതുപോലെ, അത് ചിലപ്പോൾ സ്പിരിച്വൽ കൗൺസിലിംഗ് ആണ്, പക്ഷെ അവർ അവകാശപ്പെടുന്ന അവർ സൈക്കോളജിക്കൽ കൗൺസിലർ ആണെന്നാണ്. ഒരിക്കലും ഞാൻ തെറ്റ് പറയല്ല, അവരവരുടെ ജോലി ചെയ്യുന്നു. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു ഹാമിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ കുട്ടിയെ കൊണ്ടുപോയി അവിടെ പേരൻസിന്റെ ആവശ്യമാണ്, അവർ ചെന്നിട്ട് ഈ ആളിനെ കണ്ടിട്ട് അവരോട് പറയും, എൻ്റെ കുട്ടി ഇന്ന പോലെ ഒരു പ്രേമത്തിൽ പെട്ടു. കൊച്ചുകുട്ടിയാണ്, ഒരു 15 വയസ്സ് 16 വയസ്സ്, ആ ഒരു റേഞ്ചാണ്, അവിടെ അഡോളസെന്റ് പീരീഡ് ആണ്.
അപ്പം അവരുടെ ആവശ്യം ഇതാണ്, ഈ കുട്ടിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അപ്പൊ കുട്ടിയുടെ നീഡ് എന്താണെന്നോ, കുട്ടി എന്തുകൊണ്ട് ഈ പ്രേമത്തിലേക്ക് പോയെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെക്ക് ചെയ്യാതെ ഈ പേഴ്സൺ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പ്രേമം തെറ്റാണ്. അപ്പൊ അഡോളസെന്റ് പീരീഡ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് പ്രേമം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് എത്രത്തോളം മനസ്സിലാവുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ആ കുട്ടിയുടെ ഒരു പ്രശ്നങ്ങൾ കുട്ടിയുടെ സൈഡ് കേൾക്കുക പോലും ചെയ്യാതെ ഈ ആള് പറഞ്ഞ് തിരുത്തിക്കുകയാണ്, അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതി വരെ പോയി എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും സാധാരണക്കാർക്ക്, സാർ നേരത്തെ പറഞ്ഞ പോലെ സൈക്കാട്രിസ്റ്റ് ആരാണെന്നും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആരാണെന്നും ഒക്കെ മനസ്സിലാകുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ എനിക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാൻ പറ്റത്തില്ല, എങ്കിലും കുറെ ആളുകൾക്ക് ഇന്നും അറിയത്തില്ല ആരാണ് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രണയബന്ധം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇഷ്യൂ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഒരു സ്പിരിച്വൽ കൗൺസിലറുടെ അടുത്ത് പോകുന്നു, അപ്പൊ അവര് ഒരു അഡ്വൈസ് കൊടുക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഇതിപ്പം വരുൺ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെയും മിക്കവാറും അങ്ങനെയുള്ള കേസുകളൊക്കെ ധാരാളം കാണാറുണ്ട്. പക്ഷെ അവിടുത്തെ നമ്മളൊരു റിയാലിറ്റീനെ, നമ്മുടെ സൊസൈറ്റിയുടെ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമുക്കറിയാം, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ ഹെൽപ്പാണ് ആളുകൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇപ്പം ഹെൽപ്പ് പലതരമുണ്ടല്ലോ. അതായത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പും അല്ലാതുള്ള ഹെൽപ്പും. ഇപ്പം നമുക്കിപ്പം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡറെ കൊണ്ട് വീട് പണിയാം, അതല്ല സാധാരണ ആൾക്കാരെ കൊണ്ടും വീട് പണിയാം. പക്ഷെ നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട മാറ്റർ വരുമ്പോൾ ഈ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടാണ്, പ്രൊഫഷണലെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ഒരു അറിവ് പല അനുഭവത്തിലൂടെ ആളുകൾക്ക് മനസ്സിലായി വരുള്ളൂ. അപ്പൊ അത് ഒരു ബോധവൽക്കരണത്തിലൂടെ മാത്രമേ അത് നടക്കുള്ളൂ. നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു എന്തെങ്കിലും സമാധാനത്തിന്റെ പ്രശ്നമോ കുടുംബ പ്രശ്നമോ ഒക്കെ ഉണ്ടായാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ആദ്യം സമീപിക്കുന്ന മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ്. ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ആവാം, അങ്ങനെയൊക്കെയാണ്. അപ്പം നിയർലി അവൈലബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും അതിനകത്ത് ഇടപെടുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യമേ തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എത്തുകയല്ല. ഇപ്പൊ അതിനെ ഇപ്പം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് വന്നതെങ്കിലും ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാള് ഒരു സപ്പോർട്ടീവ് തെറപ്പി, നമുക്കറിയാം, അയാളെ ഒന്ന് കേൾക്കുക, എന്നിട്ട് നമുക്കറിയാം അതിനകത്തുള്ള കോംപ്ലിക്കേഷൻസ്. ഇപ്പൊ ഒരു പ്രണയത്തെ എതിർക്കുമ്പം, ഇപ്പൊ എന്റെയൊക്കെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കേവലം +2 പഠിക്കുന്ന പെൺകുട്ടികള് ഒരു പ്രണയത്തിലായി, ഒരു ബസ്സില് ഒരു കണ്ടക്ടറുമായിട്ടോ ക്ലീനറായിട്ടോ അഫെയർ ആയി, അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളുമായിട്ട് റിലേഷൻ ആയെന്നും പറഞ്ഞ് വളരെ ഭയചകിതരായിട്ട് കുട്ടികളെയും കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സത്യത്തിൽ നമുക്കറിയാം, അതിനകത്ത് ഇടപെടുമ്പം ആ പേരൻസിന്റെ ആ വറി, ആങ്സൈറ്റിനെ നമ്മൾ ശരിക്കും അഡ്രസ് ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും അങ്ങനെ ഒരു ഇഷ്ടമായി എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം ജീവിതം നശിച്ചു പോകും, അങ്ങനല്ല. അപ്പൊ അവിടെ നമ്മൾ ആ പേരന്റൽ ആങ്സൈറ്റിനെയാണ് പലപ്പോഴും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്യാതെ ആ കുട്ടീനെ ഉപദേശിച്ച് ഈ ബന്ധം വേർപെടുത്തുക, അല്ലെങ്കിൽ പേരൻസിനോട് പറയുക കുട്ടി വലിയ അപകടത്തിലാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലാവും, അതായത് അവരെ ഇനി കോളേജ് വിടരുത്, സ്കൂൾ വിടരുത്, മൊബൈൽ ഫോൺ കട്ട് ചെയ്ത് മുറി പൂട്ടി വെക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില നിർദ്ദേശങ്ങളിലേക്ക് അവർ പോകുന്നതാണ് അപകടകരം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ അത് കേട്ടിട്ട് നമുക്കൊരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൗൺസിലറുടെ അടുത്ത് പോകാം, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാം എന്ന് ഇവരെ പറഞ്ഞ് കൊടുക്കാനും ഒരു പ്രൊഫഷണൽ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാനും ഇവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്, ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാനൊക്കെ പരമാവധി അങ്ങനെയുള്ള ആളുകളെ പലപ്പോഴും അകറ്റി നിർത്തുകയല്ല. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അവർക്ക് ആ കേസിനകത്ത് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അവരെ ഒന്ന് നമ്മൾ ഒരു സെഷനകത്ത് അവരെയും കൂടെ ഇരുത്തി ഒക്കെ ബോധവൽക്കരിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വരുന്നറിയാം, ഒരു കണ്ണൂർ കാസർഗോഡ് എന്ന് പറയുമ്പം അത്ര പരിഷ്കാരം വന്നിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല. അപ്പം അവിടെ നമുക്ക് ഇവിടെ നേരിട്ട് ഇപ്പം നിങ്ങളൊരു ഏത് സൈക്കോളജിസ്റ്റിനെ എന്ന് പറഞ്ഞാൽ, ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും, എത്ര സൈക്യാട്രിസ്റ്റ് അവൈലബിൾ ആവും. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള ഒരു സിസ്റ്റം ആയിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം
വാളെടുത്തവരൊക്കെ ഈ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ആർക്കും ആകാം കൗൺസിലർ, ആർക്കും ആകാം സൈക്കോളജിസ്റ്റ് എന്നുള്ളതല്ല. ഇപ്പൊ ആരാണ് സൈക്കോളജിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാം അതിനൊരു ഒരു 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 ഒഫീഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ നമുക്കറിയാം അക്കാഡമിക് ഇന്ന് നമുക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് ആളുകൾ നമ്മുടെ ഓൺലൈൻ ഫോമിലൂടെ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ആർക്കും ഒരു 6 മാസത്തെ കോഴ്സിനകത്തൂടെ ഒരു കൗൺസിലറാകാം. അപ്പൊ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ കഴിവുണ്ട്, പക്ഷെ അവരുടെ കാലത്ത് അവർക്ക് പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ നിരാശാഭംഗമുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സുകളെ കുറിച്ച് അറിയുമ്പോൾ അവർ അതിനകത്ത് അട്രാക്റ്റഡ് ആവുകയും അപ്പം ആളുകളെ ഇംപ്രസ് ചെയ്യാനും അപ്പം എനിക്കിത് അറിയാം, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പം പല ആളുകളും ഇപ്പം ആരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ആരാണ് സൈക്യാട്രിസ്റ്റ്, ആരാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ഓൺലൈൻ കോഴ്സ് ചെയ്ത ആളുകളൊക്കെയും ഈ ലേബലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവിടെയൊക്കെയാണ് അവർ ചെയ്യുന്നത് തെറ്റാണെന്നും ഇപ്പം ഒരു ലൈസൻസ്ഡ് അല്ലാത്തൊരാള് ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് എന്തൊക്കെ അപകടങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. ഇപ്പൊ ഒരു എക്സാമ്പിളിന് എന്നെ കാണാനായിട്ട് നമ്മുടെ നാട്ടിലെ ഈ കണ്ണൂർ കാസർഗോഡ് ഏരിയയിലെ ഒരു നോൺ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് വന്നു. ആ സൈക്കോളജിസ്റ്റ് വന്ന പ്രശ്നം ഇതാണ്, ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹം കൗൺസിലിംഗ് കൊടുക്കുവാണ്. അപ്പൊ ആദ്യത്തെ 1-2 കൗൺസിലിങ്ങിനകത്തൊക്കെ വളരെ ഇഫക്റ്റീവായി. അപ്പം അത് മുന്നോട്ട് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഈ പേഷ്യന്റിന് ഈ സൈക്കോളജിസ്റ്റിനോട് ഒരു വല്ലാത്ത അഫിനിറ്റി വന്നു. എപ്പോഴും വിളിക്കുക, എപ്പോഴും ഹെൽപ്പ് സീക്കുക. അപ്പൊ ആദ്യമൊക്കെ സൈക്കോളജിസ്റ്റ് തന്നെ പാമ്പർ ചെയ്തു. പിന്നീട് എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ പേഷ്യന്റിനോട് നോ പറയുമ്പോൾ ഈ പേഷ്യന്റ് ഒരു ഇമോഷണലി ത്രെട്ടണിങ് ലൈനിലേക്കായി. അപ്പൊ എന്നെ വന്നു കണ്ട സോക്കോൾഡ് സൈക്കോളജിസ്റ്റിന്റെ പ്രശ്നം ഈ കേസിനകത്ത് എങ്ങനെ തലയൂരുമെന്നുള്ളതാണ്. അപ്പൊ നമുക്കിന്നറിയാം അതൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണ്. അവർ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റുകൾ ഫോം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസിനെ ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ കേസുകൾ, പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള കാര്യങ്ങളൊക്കെയും ഔട്ട്ലുക്ക് വളരെ നോർമൽ ആയിരിക്കും. പക്ഷെ കോറിലോട്ട് പോകുമ്പോഴാണ് അവരുടെ ഇഷ്യൂ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലാവുക. അപ്പം ഞാൻ ആ സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്തത് ഇങ്ങനൊരു കേസ് വന്നാൽ അതിനകത്ത് എന്തുകൊണ്ടാണ് അത് കോംപ്ലിക്കേറ്റഡ്, അപ്പം കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ അവരെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന മോഡലാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. പക്ഷേ അത് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സമൂഹം കുറച്ചും കൂടെ വെല്ലിനോട്, ഇപ്പം നമ്മുടെയൊക്കെ അടുത്ത് ധാരാളം ആളുകൾ എന്നെയൊക്കെ വിളിച്ചിട്ട് സാറ് സൈക്കോളജിസ്റ്റ് ആണോ? അപ്പൊ ഞാൻ പറയും സൈക്കോളജിസ്റ്റ് ആണ്. സാറ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ? സാർ എംഫിൽ എവിടെന്നാ ചെയ്തത് എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊരു ഇവല്യൂഷൻ ആണെന്നാണ് ഞാൻ കരുതുന്നത്. വലിയ താമസിക്കാതെ ഇങ്ങനെയുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള ക്വാക്സിന്റെ അടുത്ത് പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആ വ്യത്യാസം മനസ്സിലാവും. ശരിയാണ്. നമ്മളും അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആ വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റ് നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ PG കഴിഞ്ഞിട്ട് ഒരു 2 വർഷം വിദേശ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജി തിരിച്ചു വന്നത്. അപ്പൊ എൻ്റെ ഒപ്പം പഠിച്ച ആളുകളെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മളെന്തോ സംതിങ് ഒരു ഡിഫറെൻ്റ് ആകുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ആളുകളോടുള്ള അപ്രോച്ചബിലിറ്റി നമ്മുടെ മാറുക. പക്ഷെ ബേസിക്കലി അതൊരു നെഗറ്റീവ് ടെൻഡൻസിയാണ്. ഇപ്പം നമ്മളൊരു പ്രൊഫഷണൽ ആയിരിക്കുക എന്ന് പറയുമ്പം നമ്മുടെ നോളജ് സാധാരണക്കാർക്ക് അപ്രോച്ചബിൾ ആകാതെ വരരുത്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ നിർബന്ധം പുലർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആവണം. നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള ഈ യൂട്യൂബേഴ്സ് ആയാലും സോക്കോൾഡ് സ്പിരിച്വൽ കൗൺസിലേഴ്സ് ആയാലും അവരൊക്കെ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവരും വളരെ ഇംപ്രസീവായിട്ട് സംസാരിക്കുന്നവരുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്നെ കാണാൻ വരുന്ന ആളോട് ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ പറയാറുണ്ട്, ഞാനൊരു MBBS ഡോക്ടർ അല്ല, ഞാൻ മരുന്ന് തരുന്ന ആളല്ല എന്ന് തന്നെ പറയാറുണ്ട്. പക്ഷെ കുറെ ആളുകൾ നമ്മളെ കുറിച്ച് അങ്ങനെ കരുതാറുണ്ട്. അപ്പൊ അതിനെ തിരുത്തുക എന്ന് പറയുന്നത് അവനവന്റെ ഒരു പ്രൊഫഷണൽ ഡിഗ്നിറ്റിയാണ്, എത്തിക്സ് ആണ്. അത് ഈ പറയുന്ന സോക്കോൾഡ് ട്രെയിനേഴ്സും
സ്പിരിച്വൽ കൗൺസിലേഴ്സും പാലിച്ചാൽ, ഇപ്പം ഞാനൊരു സ്പിരിച്വൽ ഗൈഡൻസ് തരുന്ന ആളാണ്, അപ്പം എനിക്കിതിനകത്തൊരു ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് അടുത്ത് പോകണം. ഇങ്ങനെ ഇവരെ ഗൈഡ് ചെയ്യുന്ന ലെവലിലേക്ക് ഇവരും വന്നാൽ ഈ നമ്മുടെ സൊസൈറ്റിയിൽ ഇത് വളരെ ഗുണകരമായ ഒന്നാണ്. അവരെയും ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു മോഡലാണ് ഞാനൊക്കെ മനസ്സിൽ ഒരു ഇന്റഗ്രേറ്റീവ് മോഡലാണ്. നിങ്ങൾ ഭ്രാന്തനാവരുത്, വട്ടനാകരുത്. നമ്മുടെ എല്ലാ അഡിക്ഷൻ കേസിനകത്തും ഒരു 80%ലും ഒരു ഇൻഡിവിജ്വൽ ഒരു റിക്വയർമെന്റ് അല്ല, മറിച്ച് പലപ്പോഴും ഒരു ഫാമിലി റിക്വയർമെന്റ് ആണ്. ഞാനും എൻ്റെ പാർട്ണറുമായിട്ടുള്ള പ്രശ്നത്തിനകത്ത് എൻ്റെ പാർട്ണർ മാറിയാൽ ഞാൻ ശരിയാവും, എൻ്റെ പ്രശ്നം ശരിയാവും എന്നത് വിട്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പക്ഷെ സത്യത്തിൽ അയാൾ പറയുന്നത് എനിക്കിഷ്ടമല്ലെന്നാണ്.